വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് ചക്ക വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ. കണ്ടിട്ട് മനസ്സിലായോ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന്? വല്ല ഐഡിയയും കിട്ടിയോ എന്താണ് ഇന്നത്തെ റെസിപ്പി എന്ന്? ചക്കയും കൊണ്ടാണ് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഇന്നത്തെ ക്ലൂ. വല്ല ഐഡിയ ഉണ്ടോ? എന്താണ്? ഞാൻ പേര് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? അപ്പോൾ ചക്ക സീസണൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പോൾ ചക്ക സീസൺ തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കാരണം അടിപൊളി ഐറ്റമാണ്. അധികം വലിയ പണിയില്ലെന്ന് ഞാൻ പറയില്ല. ചക്ക നന്നാക്കി ആ ചോളയൊക്കെ ഉരിഞ്ഞിടാൻ പണിയുണ്ട്. അതിന് ശേഷം അത്ര വലിയ പണിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വെക്കേഷനൊക്കെ തീരാറായി. അപ്പോൾ വെക്കേഷൻ തീർന്ന് ഞാൻ പോകാറുപോയി. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ചക്കയുടെ വിഭവം കൂടി ഇടണമെന്ന് കരുതിയിരുന്നു. അപ്പോൾ അതുപോലെ നല്ലൊരു അടിപൊളി ചക്കയുടെ റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് നല്ല തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി ആണെങ്കിൽ വേറെ ഒന്നും വേണ്ട. നല്ല അടിപൊളി കോംബോ ആണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്ന്? അപ്പോൾ ചക്കയും കൊണ്ട് നല്ലൊരു അടിപൊളി പാൽച്ചക്കയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് പാൽച്ചക്ക ഉണ്ടാക്കിയാലോ? പാൽച്ചക്ക തയ്യാറാക്കാനുള്ള ചക്ക ദവട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ വേണമെങ്കിലും വേവിക്കാം കേട്ടോ. പെട്ടെന്ന് വേവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിലും വേവിക്കാവുന്നതാണ്. പ്രഷർ കുക്കറിലാണെങ്കിൽ 1-2 വിസിൽ മതി. അത് ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. പിന്നെ ഞാനിതും കൂടുതലായിട്ട് കഷ്ണങ്ങളാക്കുന്നില്ല. ചക്ക ഞാൻ ഇങ്ങനെ തന്നെയാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കണം എന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചക്കയൊന്ന് വേവിക്കണം. അപ്പോൾ ചക്ക വേവിക്കാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇതാ വേവിക്കാൻ വെച്ച ചക്ക നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് 1 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് തിളപ്പിച്ച് ഇതിങ്ങനെ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് വറവിടണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിന് ഞാൻ അളവൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിലേറെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മളൊരു പിശുക്കും കൂടാതെ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് പാൽച്ചക്കയിലേക്ക് കിട്ടുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ ഫ്ലേവർ പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയല്ലേ. പിന്നെ ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് എരിവും കൂടി വേണമല്ലോ. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പറമ്പിലുള്ള കാന്താരി മുളകാണ് കേട്ടോ. അതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറി ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ പരുവം.
ഇത് നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമാണ്. അപ്പോൾ നമുക്ക് ഈ വറവ് നമ്മുടെ പാൽച്ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വറവും കൂടി ഈ പാൽച്ചക്കയിലേക്ക് ഇട്ടപ്പോൾ എന്തൊരു ഭംഗിയല്ലേ കാണാൻ മാത്രമല്ല കേട്ടോ, ഇത് കഴിക്കാനും നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി എന്ന് മാത്രം പറഞ്ഞാൽ മാത്രം പോരാ, അതൊക്കെ മേലേന്ന് പറയണം. ഇതൊരു പൊളി സാധനമാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് എത്രത്തോളം എനിക്ക് വിവരിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അത്രയ്ക്കും നല്ലൊരു അടിപൊളി ടേസ്റ്റായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ്. ഈ വറവും പിന്നെ നമ്മുടെ തേങ്ങാപ്പാലും ഒരു പ്രത്യേക ഒരു രുചി തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചക്കപ്പുഴുക്കൊക്കെ അല്ലേ തയ്യാറാക്കില്ല, അപ്പോൾ ചക്കപ്പുഴുക്കൊക്കെ തയ്യാറാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു പാൽച്ചക്ക. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, മസ്റ്റായിട്ടാണ്. അപ്പോൾ ചക്ക സീസണൊക്കെ ആണ്, ചക്ക സീസൺ തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ചാനലിൽ പാൽച്ചക്ക വേറൊരു രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു പാൽച്ചക്കയും കൂടിയുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതെന്തായാലും കണ്ട് അതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ രണ്ടും ഒരു വെറൈറ്റി ടേസ്റ്റാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ രണ്ടിൻ്റെയും കോംബോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി ഉണ്ടെങ്കിൽ ആ 2 പാൽച്ചക്കയ്ക്ക് നല്ല അടിപൊളി കോംബോയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതും ട്രൈ ചെയ്യണം, മറ്റേ രീതിയിൽ ഉണ്ടാക്കിയ പാൽച്ചക്കയും കൂടി ട്രൈ ചെയ്യണം. അപ്പോൾ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പാൽച്ചക്ക നിങ്ങൾ എന്തായാലും ഈ ചക്ക സീസൺ തീരുന്നതിന് മുമ്പ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ പാൽച്ചക്കയുടെ മുകളിലേക്ക് ആ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി ഒഴിച്ചു നോക്കി. നല്ല ചൂടാണ്, ചൂടോടെ നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി കാണിക്കാനാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇതൊരു രക്ഷയില്ലാത്ത കോംബോയാണ് കേട്ടോ. ഈ പാൽച്ചക്കയും അതേപോലെ തന്നെ തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു ചിക്കൻ കറിയും, അയ്യോ ഒരു രക്ഷയില്ലാത്തൊരു കോംബോയാണ്. നല്ല അടിപൊളി ഐറ്റം. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഇത് മിസ് ചെയ്യരുത് കേട്ടോ. നല്ല അടിപൊളി ആയിട്ടാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ഐറ്റം തന്നെയാണ്. അപ്പോൾ ചക്ക കീരിപ്പുണ്ടെങ്കിൽ വേഗം പോയിട്ട് ചക്ക വേഗം നന്നാക്കി വേഗം ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചക്ക സീസൺ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇത് കണ്ട് നോക്കി വെള്ളം ഇറക്കാനേ പറ്റുള്ളൂ. പിന്നെ അടുത്ത ചക്ക സീസൺ വരുന്നതായിട്ട് നമ്മളത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചക്ക സീസൺ തീരുന്നതിന് മുമ്പ് വേഗം പോയി തയ്യാറായിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം അത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ പാൽച്ചക്ക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി എന്നെ അറിയിക്കുമല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.